ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഇതാക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിശ്ശേരി ഉണ്ടോ. ഇപ്പോൾ ചാലിശ്ശേരി ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അവിടെ കച്ചവടക്കാർ നിറയെ ഉണ്ട് കേട്ടോ ഗ്രൗണ്ടിൽ. ഈ ഫ്ലെക്സിൽ കാണുന്ന ആനകളൊക്കെയാണ് ഇവിടെ അണിനിരത്താൻ പോകുന്നത്. ഞാനിവിടെ എത്തിയത് 3:30-4 മണിയുടെ ഉള്ളിലാണ് കേട്ടോ. ഇത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഉൾവശ കാഴ്ചകളാണ്. ഇത് ഭഗവതി ക്ഷേത്രം കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഉണ്ടാവുക ആനപ്പൂരം ഉണ്ടോ. മെയിനായിട്ട് 40 ആനകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആനകളെ വരവിനായി വെയിറ്റ് ചെയ്യാണ്. അതിന് മുമ്പുള്ള ഓരോ പരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി ഫുള്ളായി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഇവിടെ ഒരു 5 ആന ഉണ്ട്. അപ്പോൾ ആ ആനകളെ ഇവിടെ നിർത്തിയിട്ട് പഞ്ചാരി മേളം പല മേളങ്ങൾ ഇവിടെ നിന്ന് വായിക്കുന്നുണ്ട് കേട്ടോ, കൊട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ. എന്താ വെച്ചാൽ നേരെ മുന്നിൽ പോയിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സൈഡിലൂടെ ഒക്കെ വന്നിട്ട് ഒന്ന് എടുത്ത് നോക്കിയാണ്. പിന്നെ ഇത് ഇനി അമ്പലത്തിലോട്ട് കയറിയാലുള്ളൂ മറ്റേ ആനകൾക്കൊക്കെ അവിടുന്ന് വരാൻ പറ്റുള്ളൂ ഓരോരോ ഭാഗത്തുനിന്ന്. ശ്രീ മുടയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ.
ഇനി ആനകളെല്ലാം വന്ന് നിൽക്കുന്ന സ്ഥലമാണിട്ടത്. ഒരു ഗ്രൗണ്ടാണ് ഇവിടെ, അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഓരോ ആനകളുടെയും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരക്ക് ഓരോ ആനകളും വന്ന് നിൽക്കുന്നതായിരിക്കും കേട്ടോ. ലാസ്റ്റാണ് അത്, നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ മരണക്കിണറുണ്ട്, യന്ത്രഊഞ്ഞാലുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് കളിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വത്തൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ 2 പീസ് എടുത്ത് കഴിച്ച്, ഒരു പീസിന് 10 രൂപ. പിന്നെ അത് അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ഈ സംഭവം വെക്കുന്നുണ്ട്. അത് അടിപൊളിയായി, നല്ല പലവിധ വർണ്ണങ്ങളിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ സംഭവം ഒന്ന് പകർത്തി നോക്കിയതാണ്. വില എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, സംഭവം രസമുണ്ട്. പിന്നെ നമ്മുടെ മുൻ തൃത്താല MLA ബൽറാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പകർത്തിയതാണ്. അവിടെ ആളുകളായിട്ടൊക്കെ കുശലം പറയുന്നുണ്ട്. മൂപ്പര് ഇന്നോവയാണ് കാണുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂട്ടി നിൽക്കുന്നുണ്ട്. ആദ്യത്തെ 5 ആനകൾ അതിൻ്റെ അകത്തോട്ട് പോയിട്ടോ. ഇനിയിപ്പോൾ പല ഭാഗത്തുനിന്നും വരവ് തുടങ്ങും. പിന്നെ കുറച്ചിപ്പുറത്ത് സർക്കസ് തുടങ്ങിട്ടോ. ഇവർ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാട്ടിക്കൂട്ടലാണിത്. ഒന്ന് തെന്നി കഴിഞ്ഞാൽ ഇവരെ ബാലൻസ് പോയി കഴിഞ്ഞാൽ പണി കഴിയും. അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ, അതിനുള്ള ഓരോ തന്ത്രപ്രകാരം കേട്ടോ. അതൊന്ന് പകർത്തിയതാണ്. എന്തായാലും ഇവർക്ക് തന്നെ ഒരു സ്ഥിരം പണിയാവുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അടിയറ്റിയാൽ ആനയും വീഴുന്നതാണ്. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ പട്ടാമ്പിന്ന് കുന്നംകുളത്ത് ഗുരുവായൂർ പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കുന്നംകുളത്ത് നിന്ന് പട്ടാമ്പിക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ നമ്മൾ കുറച്ച് പട്ടാമ്പി റോഡിൽ നിന്ന് ഇങ്ങോട്ട് ചാലിശ്ശേരി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വരവ് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് പകർത്തി നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. നായകൻ പട്ടാമ്പി മണികണ്ഠൻ ചുമതേണ്ടിയ കുന്നത്തേരി ദേശം ക്ഷേത്രമന്ത്രാണിയിലേക്ക് ഭാഗത്ത് സിന്ധുഭാഗത്ത് മൈതാനിയിലുള്ള ഐറണി വാഹനങ്ങളും ഈ ആന പട്ടാമ്പി മണികണ്ഠനാണ് കേട്ടോ. പട്ടാമ്പി മണികണ്ഠൻ, അതാണ് ഈ ആനയുടെ പേര്.
ഈ ആന നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുണ്ടോ. അത് വരുമ്പോൾ തന്നെ ആളുകളുടെ ഒരു വിഷുരും ആർപ്പുവിളിയും കണ്ടില്ലേ. ഭയങ്കര വൈബ്. പേരിയാട്ട ആനയാണ് ഇട്ടത്. നമ്മുടെ പാമ്പാടി രാജനാണ് കേട്ടോ ഈ വരുന്നത്. എന്താ തലയെടുപ്പില്ലേ. വേറൊരു എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ആനനെ. ഈ മറ്റുള്ള ആനകളുടെ കൂട്ടത്തിൽ ഇതിനെ വേറെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. മക്കളെ, പാമ്പാടി രാജൻ്റെ ഒരു തലയെടുപ്പ് കണ്ടോ. ആ നെൽപ്പ് കണ്ടോ നിങ്ങൾ. അയ്യോ എന്താ ഭാവം.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഗ്രൗണ്ടിലോട്ട് ഓരോ ആനകളെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഓരോ ആനകളുടെയും പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരക്ക് അതാത് ആനകൾ നിൽക്കൂട്ടോ. അങ്ങനെ ഈ ഗ്രൗണ്ടിൽ മൊത്തത്തിൽ ആനകൾ നിരന്ന് നിൽക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിനി അധികം വൈകാതെ കാണാൻ പോകുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അത്. കാരണം നിരന്ന് നിൽക്കാൻ കേട്ടോ ഈ ഗജവീരന്മാർ. സംഭവം അടിപൊളിയാണ്. അതോടെ ഏകദേശം ഈ പൂരം കഴിയും. പിന്നെ കാളവേലൊന്നും ഇവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവന്മാരെല്ലാ ആനകളും ഇവിടെ വന്ന് നിന്നിട്ട് അവിടുന്ന് വേഗം പോകുന്നു കേട്ടോ. കാരണം എനിക്ക് ജലദോഷം, പനി, കഫക്കെട്ട്, ചുമക്കെ പിടിച്ചിട്ട് കുറേ ദിവസമായി. പൊടി മെയിൻ പ്രശ്നം പൊടിയാണ്. അപ്പോൾ അത് കാരണം അവിടെ അധികാരം നിന്നിട്ടില്ല. പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് വേഗം പോകുന്ന കേസ്. പിന്നെ വരുന്ന വഴിക്ക് ഒരു പെയിൻറ്റിങ്ങിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇത് എടുക്കാൻ വയ്യ, ആളുകൾ തട്ടിയിട്ടുണ്ടല്ലേ, ഫോൺ നല്ല ഷെയ്ക്ക് ആകുന്നുണ്ട്, ആകെ ഇളകിയിട്ട്. ഒന്ന് എടുക്കുമ്പോഴത്തേനും ആരെങ്കിലും പുറകിൽ നിന്ന് ഒന്ന് തട്ടും. ഇവിടെ അത്രയ്ക്കും തിരക്ക് കാരണമാണ്. പിന്നെ എനിക്ക് തീരെ വയ്യനും. ഞാൻ പറഞ്ഞില്ല, നല്ല കഫക്കെട്ട് പിടിച്ചിട്ടുണ്ട്, പൊടി അടിച്ചിട്ട്. മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ എല്ലാ പൂരത്തിനും നേർച്ചക്കും പോയിട്ടുള്ളത്. എന്നിരുന്നാലും ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ വന്നപ്പോൾ. നല്ല റിസ്ക് എടുത്ത് ഒരു വീഡിയോ ഉണ്ടത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യരുത്. കാണുകയാണെങ്കിൽ ഫുള്ളായിട്ട് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.